ഇന്ന് ജൂൺ 4 നിരപരാധിയായ കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരായ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ദിനം. പക്ഷേ ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി ഇതിനെ മറ്റൊരു പേരിൽ വിളിക്കാം, നിശബ്ദമായ നിലവിളികളുടെ ദിനം. അവിടുത്തെ ഇടുങ്ങിയ വേദികളിൽ നേരത്തെ കേട്ടിരുന്ന ചിരികളും കളിതമാശകളും ഇന്നില്ല. ഇന്നവയ്ക്ക് ചോരയുടെ നിറമാണ്. കുഞ്ഞുങ്ങളുടെ കൈകളിൽ ഇപ്പോൾ കളിപ്പാട്ടമില്ല. ആകർഷണീയമായ ഭാവി കാഴ്ചകളും ഉറക്കത്തിൽ കൊതിച്ച സ്വപ്നങ്ങളുമില്ല. ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അലർച്ചകൾ മാത്രം. ഗസയിലെ കുട്ടികളുടെ കണ്ണുകളിൽ നിന്നൊരു കഥ പറയട്ടെ. പലർക്കും 4-5 വയസ്സ് മാത്രമാണുള്ളത്. അവരുടെ ലോകം ഇത്രയും വലുതല്ല. ചെറിയൊരു വീട്, ഉമ്മയുടെ സ്നേഹവും അബ്ബയുടെ പഴയ കഥകളും ഇളയ സഹോദരിയുടെ കുറുമ്പുകളും നിറഞ്ഞ ഒരു നിസാരമായ സ്വർഗം. ഒക്ടോബറിലെ ഒരു രാത്രിയാണ് അവരുടെ സ്വപ്നങ്ങളെല്ലാം പിഴഞ്ഞെടുത്തത്. ഡ്രോണുകളും പിന്നെ ആകാശത്ത് നിന്ന് വീണു ചിതറുന്ന മിസൈലിൻ്റെ ഭീകരതയിലും അവിടുത്തെ കുട്ടികളുടെ ചിരിയല്ല, നിലവിളിയായിരുന്നു ലോകം കേട്ടുന്നത്. അടുത്ത ദിവസം പല കുട്ടികളും ചോദിച്ചു, ഉമ്മ, എൻ്റെ പെങ്ങളെവിടെ? കോൺക്രീറ്റ് കൂനകൾക്കിടയിൽ എവിടെയോ വീണുപോയ അവരുടെ ഉറ്റവരുടെ ചിരി പിന്നീട് അവരാരും കണ്ടിട്ടില്ല. പലരുടെയും കൊച്ചു നഖങ്ങളടങ്ങിയ ചെറുവിരൽ പൊടിപടർന്ന ചോരയിൽ ഒളിച്ചിരിക്കുന്നതായിരുന്നു പല ഉമ്മയുടെയും ഉപ്പയുടെയും അവസാന ചിത്രം. യുനിസെഫിൻ്റെ കണക്ക് പ്രകാരം 2023 ഒക്ടോബറിന് ശേഷം ഗസയിൽ 50,000-ലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരുക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തിൽ ശരാശരി 35 കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഇത് നമുക്കൊരു കണക്ക് മാത്രമായി തോന്നാം, പക്ഷേ ഒരു ഉമ്മയ്ക്കും ഒരു ഉപ്പയ്ക്കും അത് കണക്കുകളല്ല. നാസർ ആശുപത്രിയിൽ ഡോക്ടർ അല അൽ നജ്ജാർ എന്ന ശിശുരോഗ വിദഗ്ധൻ്റെ ഹൃദയം തകർന്ന കഥ അറിയാത്തവർ ഇനി എത്ര പേരുണ്ട്? അയാളുടെ 10 മക്കളിൽ 9 പേർ ഒരൊറ്റ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 6 മാസം മാത്രം പ്രായമുള്ള സെയ്ദാൻ അവശിഷ്ടങ്ങൾക്കിടയിൽ അടക്കം ചെയ്യപ്പെട്ടു. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ച നിലയിൽ എത്ര പേർക്ക് കണ്ടു നിൽക്കാനാകും? എങ്കിൽ സ്വന്തം ഉമ്മയും ഉപ്പയും ആ കാഴ്ചകൾ കാണേണ്ടി വന്നു. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ എന്നേക്കുമായി തകർക്കുന്ന ഒരു ദൃശ്യം. ഗസയിലെ കുട്ടികൾക്ക് ശാരീരിക മുറിവുകൾ മാത്രമല്ല, അവരുടെ വീടുകൾ തകർന്നു, കുടുംബങ്ങൾ നശിപ്പിക്കപ്പെട്ടു, സ്വപ്നങ്ങൾ ചിന്നിച്ചിതറി. പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ മരിക്കുന്നു. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവിൻ്റെ പിടിയിലാണ്. പട്ടിണി ഇസ്രായേലിൻ്റെ ഒരു ആയുധമായിരുന്നു. ഭക്ഷണത്തിനായി പുറത്തിറങ്ങുന്ന കുട്ടികളെ സ്നൈപ്പർമാർ വെടിവെച്ച് കൊല്ലുന്നു. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഗസയിലെ 90% ജനങ്ങളും ശുദ്ധജലവും ശുചിത്വവുമില്ലാതെ തിരക്കേറിയ രോഗങ്ങൾ പടരുന്ന സാഹചര്യങ്ങളിൽ സ്വന്തം നാട്ടിൽ അവരങ്ങനെ ജീവിക്കാൻ വേണ്ടി നിർബന്ധിതരാവുകയാണ്. വയറിളക്കവും മഞ്ഞപ്പിത്തവും 36 മുതൽ 384 മടങ്ങ് വരെ വർദ്ധിച്ചു. ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ കുഞ്ഞുങ്ങളാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ നാംപാം ബോംബിൽ നിന്ന് പേടിച്ചോടിയ ഫാൻ തി കിം ഫുക്കിൻ്റെ ചിത്രം ലോകത്തെ ഞെട്ടിച്ചിരുന്നു. പക്ഷേ ഗസയിലെ കുഞ്ഞുങ്ങളുടെ കൈകാലുകൾ വേർപെട്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ എന്തുകൊണ്ടോ ലോകത്തിൻ്റെ മനസാക്ഷി ഉണർത്തുന്നില്ല. ഗസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ജൂൺ 4 മതിയാകില്ല. അവരുടെ നഷ്ടപ്പെട്ട ചിരികളെയും അവരുടെ തകർന്ന സ്വപ്നങ്ങളെയും ഒരൊറ്റ ദിനം കൊണ്ട് ഐക്യദാർഢ്യത്തിൻ്റെ മറവിൽ ആചരിച്ച് തീർക്കേണ്ടതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് സുരക്ഷിതമായ സ്നേഹം നിറഞ്ഞ ഒരു ലോകം സമ്മാനിക്കുമെന്ന വാഗ്ദാനമുണ്ടോ? പിന്നെന്തിന് ഇങ്ങനൊരു ദിനത്തിൻ്റെ ഐക്യദാർഢ്യം? ഗസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ജൂൺ 4 എന്ന ഒരൊറ്റ ദിവസം മതിയാകില്ല. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി.